ഭാരതത്തിലെ അമ്പലങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്നിധികളുള്ള, ഏറ്റവും വലിയ ക്ഷേത്രക്കുളമുള്ള, ഏറ്റവും വലിയ തേരുള്ള മഹാക്ഷേത്രം തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയുടെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അരുൾമികു ത്യാഗരാജസ്വാമി തിരുക്കോവിൽ. ശിവഭക്തരായ ചോളന്മാരുടെ ഭഗവാനുള്ള സമർപ്പണം. ശൈവഭക്ത കവികളായ അപ്പർ, സുന്ദരർ, സമ്പന്തർ, മാണിക്യവാസകർ തുടങ്ങിയ നായനാർമാർ തേവാരം പാടലുകളിലൂടെ പാടി സ്തുതിച്ച ഈ ക്ഷേത്രം സർവദോഷ പരിഹാര സ്ഥലമാണ്. തമിഴ്നാട്ടിലെ 51 ശക്തിപീഠങ്ങളിൽ ഇത് കമലപീഠമാണ്. ദേവേന്ദ്രൻ ചോളരാജാവായ മുചുകുന്ദ ചക്രവർത്തിക്ക് സമ്മാനമായി കൊടുത്ത ത്യാഗരാജസ്വാമിയുടെ മരതകലിംഗം ഇരിക്കുന്ന ഈ ക്ഷേത്രം പണ്ട് മൂലാധാരപുരം, മുചുകുന്ദപുരം, കമലാലയപുരം എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത്രേ. പിന്നീട് ആരൂറായും ക്രമേണ തിരുവാരൂരായും പരിണമിച്ചു. ത്യാഗരാജസ്വാമി ഇവിടെ വാൽമീകിനാഥർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചും സന്നിധികളെക്കുറിച്ചും ഐതിഹ്യങ്ങൾ നിരവധിയാണ്. ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ചിതൽപുറ്റിൽ നിന്നും ഉത്ഭവിച്ച് വാൽമീകിനാഥരായ ഭഗവാൻ കുതിരയുടെ തലയും വിഷ്ണുവിൻ്റെ ഉടലുമുള്ള ഹയഗ്രീവമൂർത്തിയെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അത്രേ. ത്യാഗരാജസ്വാമി സോമസ്കന്ദരാണ്. ശിവനും ഉമയും സ്കന്ദനും ഒരുമിച്ചുള്ള ബിംബം. ഇവിടെ വിഗ്രഹത്തിൻ്റെ മുഖമൊഴികെ മറ്റെല്ലാ ഭാഗങ്ങളും പൂക്കൾ കൊണ്ട് മൂടിയിരിക്കും. തിരുവാതിരയ്ക്കും പൈങ്കുനി ഉത്രത്തിനും മാത്രമാണ് ഭക്തർക്ക് ത്യാഗരാജപാദങ്ങൾ കാണാൻ കഴിയുക. ത്യാഗരാജ വിഗ്രഹം തിരുവാരൂരിൽ എത്തിയതിനെക്കുറിച്ച് രസകരമായൊരു കഥയുണ്ട്. വിഷ്ണു ലക്ഷ്മിമാർ പുത്രഭാഗ്യത്തിനായി ശിവനെ തപസ് ചെയ്യുകയും ഭഗവാൻ സോമസ്കന്ദ രൂപത്തിൽ ദർശനം നൽകി സന്താനലബ്ധി ഉണ്ടാകാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ രൂപത്തിൽ തന്നെ തൻ്റെ മാർവിടത്തിൽ വസിക്കണം എന്ന വിഷ്ണുവിൻ്റെ ആവശ്യം ഭഗവാൻ സ്വീകരിച്ചു. മഹാവിഷ്ണു തൻ്റെ മാർവിടത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ഈ ശിവലിംഗം അസുരന്മാരുടെ മേൽ വിജയം വരിക്കാൻ വിഷ്ണു ഇന്ദ്രനു കൊടുത്തു. ഒരിക്കൽ ചോളരാജാവായ മുചുകുന്ദ ചക്രവർത്തിയുടെ സഹായം തേടിയ ഇന്ദ്രനോട് പകരം ആവശ്യപ്പെട്ടത് ഈ ശിവലിംഗമാണ്. കൊടുക്കാൻ വൈമനസ്യമുണ്ടായിരുന്ന ഇന്ദ്രൻ രാജാവിനെ കബളിപ്പിക്കാൻ വിശ്വകർമാവിനെ കൊണ്ട് അതേപോലത്തെ 6 ശിവലിംഗങ്ങൾ കൂടി ഉണ്ടാക്കി ഈ 7 ശിവലിംഗങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുത്തു കൊള്ളാൻ പറഞ്ഞത്രേ. വൈകുണ്ഠത്തിലെ പാൽക്കടലിൽ യോഗനിദ്രയിലാണ്ട മഹാവിഷ്ണുവിൻ്റെ ശ്വാസഗതിയുടെ താളത്തിൽ അജബ നടനം ചെയ്തിരുന്ന യഥാർത്ഥ ശിവലിംഗത്തെ രാജാവ് തിരഞ്ഞെടുത്തു. മറ്റ്6 ശിവലിംഗങ്ങളും ദേവേന്ദ്രൻ രാജാവിന് തന്നെ കൊടുത്തു. സപ്തവിദംഗ ക്ഷേത്രങ്ങൾ എന്ന പേരിൽ കാവേരി തീരത്തെ 6 ക്ഷേത്രങ്ങളിൽ ഇവ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തൻ്റെ ശിവലിംഗം തിരികെ തരുമോ എന്ന് ചോദിച്ച് ഇന്ദ്രൻ ഇന്നും ത്യാഗരാജസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരവാതിലിൽ നിൽക്കുന്നുണ്ടത്രേ. ഇന്ദ്രന് ഇവിടെ പ്രതിഷ്ഠയുണ്ട്. ഇതിനാൽ ക്ഷേത്ര എഴുന്നള്ളിപ്പുകളിൽ ഉത്സവമൂർത്തിയെ പടിഞ്ഞാറേ ഗോപുരത്തിൽ കൊണ്ടുവരാറില്ല. 33 ഏക്കറോളം വിസ്തൃതിയുള്ള കമലാലയ തീർത്ഥം 3 കോടി തീർത്ഥങ്ങളുടെ സംഗമസ്ഥാനമാണത്രേ. പാർവതീദേവി തപസ്സിനൊടുവിൽ ഭഗവാനോട് ചേർന്ന ഇടമാണിത്. ഒരിക്കൽ വൃദ്ധാചലത്തിൽ വെച്ച് ഭഗവാൻ സുന്ദരമൂർത്തി നായനാർക്ക് 12,000 സ്വർണ്ണ നാണയങ്ങൾ തൃപ്പണിക്കായി നൽകിയത്രേ. ഇതെങ്ങനെ സുരക്ഷിതമായി തിരുവാരൂർക്ക് കൊണ്ടുപോകും എന്ന് ശങ്കിച്ച നായനാരോട് ഇത് മണിമുത്താറിൽ നിക്ഷേപിച്ച് അത് കമലാലയ തീർത്ഥത്തിൽ നിന്ന് എടുത്തുകൊള്ളാൻ ഭഗവാൻ നിർദ്ദേശിച്ചു. വളരെ കാലങ്ങൾക്ക് ശേഷം നിരവധി ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച് തിരുവാരൂരിലെത്തിയ സുന്ദരമൂർത്തി നായനാർ കമലാലയ തീർത്ഥക്കുളത്തിൻ്റെ ഈശാനകോണിൽ നിന്ന് പൊൻനാണയം നിറച്ച ചാക്ക് കണ്ടെടുത്തു. ഭഗവാൻ തന്ന സ്വർണത്തിൻ്റെ മാറ്റ് ഇവിടെ എത്തിയപ്പോൾ കുറഞ്ഞിരിക്കുമോ എന്ന് സന്ദേഹിച്ച നായനാർക്ക് നാണയം ഉരച്ചു നോക്കി മാറ്റു കുറവില്ല എന്ന് തീർപ്പു കൽപ്പിച്ച മാറ്റുരയിത്ത വിനായകർ ഈ ക്ഷേത്രത്തിലുണ്ട്. കളഞ്ഞുപോയ വസ്തുക്കൾ തിരികെ കിട്ടുവാനും സ്വർണ്ണാഭരണങ്ങൾ എളുപ്പം വാങ്ങുവാനും ഈ വിനായകരെ വന്നു പ്രാർത്ഥിച്ചാൽ മതിയത്രേ. മറ്റൊരു പ്രത്യേകതയുള്ളത് ഇവിടുത്തെ നന്ദികേശ്വരൻ നിൽക്കുന്ന രൂപത്തിലാണ്. ഒരിക്കൽ സുന്ദരമൂർത്തി നായനാരും ഭാര്യ പറവൈ നാച്ചിയാരും വഴക്കുകൂടിയപ്പോൾ അത് തീർക്കാൻ ഭഗവാൻ എഴുന്നേറ്റ് തെരുവിലൂടെ നഗ്നപാതനായി നടന്നത്രേ. ഇത് കണ്ട് നന്ദികേശ്വരൻ
ഇനി ഭഗവാൻ എപ്പോൾ പോകണമെങ്കിലും താൻ തയ്യാറായിരിക്കണമെന്നുറച്ച് കിടക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അന്നു മുതൽ നിൽക്കുകയാണത്രേ. ഈ ക്ഷേത്രത്തിൽ വൈകുന്നേരത്ത് നടക്കുന്ന സായരക്ഷാപൂജയിൽ 33 ദേവകളുടെയും സാന്നിധ്യമുണ്ടാകുമത്രേ. 84 വിനായകരുള്ള ഈ ക്ഷേത്രത്തിലെ നടുക്കം തീർത്ത വിനായകരെ പ്രാർത്ഥിക്കുന്നത് നാഡീസംബന്ധമായ രോഗങ്ങൾ, മാനസിക സമ്മർദ്ദം, ഭയം, ആകുലത എന്നിവ ഇല്ലാതാക്കാനും, മൂലാധാര ഗണപതിയെ പ്രാർത്ഥിച്ചാൽ യോഗ, ധ്യാനം എന്നിവയിൽ പുരോഗതി ഉണ്ടാകാനും, വാതാപി ഗണപതിയുടെ സന്നിധിയിലെ പ്രാർത്ഥന സംഗീത പാഠവും വർദ്ധിപ്പിക്കാനും സഹായിക്കുമത്രേ. 63 നായനാർമാരിൽ ഒരാളായ ദണ്ഡിയടികളുടെ സമാധിസ്ഥാനമാണിത്. നീലോൽപ്പലാമ്പാൾ സന്നിധിയിൽ പാലഭിഷേകം ചെയ്തു സേവിച്ചാൽ സന്താനഭാഗ്യം ഉണ്ടാകും. ഇതുകൂടാതെ ബ്രഹ്മനന്ദി, ആഞ്ജനേയർ, രാഹുകാല ദുർഗ, ഷൺമുഖർ, ജ്വരഹരേശ്വരർ, ഋണവിമോചന ലിംഗേശ്വരർ, മഹാലക്ഷ്മി, അഷ്ടദുർഗ, ദക്ഷിണാമൂർത്തി, സരസ്വതി, വാൽമീകിനാഥർ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠയുണ്ട്. ശ്രീകോവിലിന് പിന്നിലായി നന്നായി അലങ്കരിച്ച വാതാപി ഗണപതി സന്നിധിയുണ്ട്. ഇവിടെ വെച്ചാണ് മുത്തുസ്വാമി ദീക്ഷിതർ വാതാപി ഗണപതിം എന്ന കൃതി ചിട്ടപ്പെടുത്തി പാടിയത്. ദീക്ഷിതരും ത്യാഗരാജസ്വാമികളും ശ്യാമശാസ്ത്രികളുമൊക്കെ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെയും അമ്പാളെയും കുറിച്ച് കീർത്തനങ്ങൾ രചിച്ചു പാടിയിട്ടുണ്ട്. കർണാടക സംഗീതത്തിലെ മൂർത്തിത്രയങ്ങളായ ഇവരുടെ ജന്മസ്ഥലം കൂടിയാണ് തിരുവാരൂർ. 3 പേരുടെയും ജന്മഗൃഹങ്ങൾ തിരുവാരൂരിൽ നന്നായി സംരക്ഷിക്കപ്പെട്ട് പരിപാലിച്ചു വരുന്നു.